കണ്ണൂർ പയ്യന്നൂരിലേക്ക് ചെന്നാൽ അവിടെ ലൈഫ് പദ്ധതി ഉപഭോക്താക്കളുടെ വീടെന്ന സ്വപ്നം ഈ കോൺക്രീറ്റ് തൂണുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് 4 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു. അതായത് ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്ത ഫ്ളാറ്റ് നിർമ്മാണം ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. എസ്റ്റിമേറ്റ് തുക പുതുക്കി നിശ്ചയിക്കാത്തതോടെ കരാറുകാരൻ പിന്മാറിയതാണ് ഇതിന്റെ പണി മുടങ്ങാൻ കാരണമായി പറയുന്നത്. അങ്ങനെ നമ്മുടെ സർക്കാർ അഭിമാനപൂർവ്വം മുന്നോട്ട് വയ്ക്കുന്ന ലൈഫ് പദ്ധതിയെ തേടിയുള്ള യാത്രയാണ്. അപ്പോൾ ഈ യാത്ര നമ്മൾ എത്തിയിരിക്കുന്നത് പയ്യന്നൂർ കോറോത്താണ്. ഇവിടെ 44 കുടുംബങ്ങൾക്കുള്ളൊരു ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ പണി 4 വർഷം മുൻപ് തുടങ്ങിയതാണ്. പരമദയനീയമാണ് ഇപ്പോഴത്തെ അവസ്ഥ. 4 വർഷം കൊണ്ട് 4 മീറ്ററുകൾ പോലും തൂണുകൾ ഉയർന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ അഭിമാന പദ്ധതി ഒരു കാഴ്ച വസ്തുവായി മാറി. മഴയും വെയിലും കൊണ്ട് തൂണുകളിലെ കമ്പികൾ വരെ തുരുമ്പിച്ചു കഴിഞ്ഞു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി തന്നെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച ഫ്ളാറ്റ് സമുച്ചയമാണ്. 4 നിലകളിൽ 42 കുടുംബങ്ങൾക്ക് ആശ്വാസമാകുമെന്ന് കരുതിയ കെട്ടിടമാണ് തുരുമ്പെടുത്ത് ഫ്ളാറ്റായി കിടക്കുന്നത്. 2016 നിശ്ചയിച്ച എസ്റ്റിമേറ്റ് തുക പുതുക്കി നൽകാത്തതോടെ കരാറുകാരൻ പിന്മാറി. തുക പുതുക്കണമെന്ന ആവശ്യം സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ചിലയിടത്ത് തൂണുകൾ നിർമ്മിക്കാനായി കമ്പിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ട് വർഷങ്ങളായി. മഴക്കാലമായാൽ വെള്ളം നിറയും. അങ്ങനെ ഇത്രയും ഉയരത്തിൽ കമ്പികൾ തുരുമ്പെടുത്ത് തുടങ്ങി. ഇനിയിപ്പോൾ കോൺക്രീറ്റ് ചെയ്ത ചില തൂണുകളുണ്ട്. അവയുടെ അവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് കോൺക്രീറ്റ് ചെയ്ത തൂണിൻ്റെ അവസ്ഥ. നമുക്കറിയാം, കോൺക്രീറ്റ് ചെയ്ത് കുറച്ചു കാലം കഴിയുമ്പോൾ ഇതിൻ്റെ പലകയൊക്കെ എടുത്തു മാറ്റും. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. എങ്ങനെ തുടങ്ങിയോ അതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കോടികൾ ചെലവഴിച്ച് കേരളത്തിലുടനീളം സഞ്ചരിച്ച് നവകേരള സദസ്സ് നടത്തി. ഏറ്റവും ഒടുവിൽ അയ്യപ്പ സംഗമവും. പക്ഷേ വീടില്ലാതെ കഴിയുന്ന പാവപ്പെട്ട ജനങ്ങളെ മാത്രം സർക്കാർ കണ്ടില്ല. ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ദരിദ്രനാരായണന്മാരായിട്ടുള്ള കയറിക്കിടക്കാൻ ഇടമില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി മുടങ്ങിക്കിടക്കുമ്പോൾ അത് അതിൻ്റെതായ ഗൗരവത്തിൽ കാണാൻ നഗരസഭ മുന്നോട്ട് വന്നില്ല. ബന്ധപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടില്ല. സ്ഥലം MLA മുന്നോട്ട് വന്നിട്ടില്ല. അവിടെ കുറേ പില്ലറുകൾ ഇട്ട് വന്നല്ലാതെ അതെല്ലാം തുരുമ്പിച്ചിരിക്കുകയാണ്. കമ്പികളൊക്കെ തുരുമ്പിച്ച് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഒന്നും രണ്ടുമല്ല, ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട പയ്യന്നൂർ നഗരസഭയിലെ 42 കുടുംബങ്ങളാണ് 4 വർഷത്തിലേറെയായി കാത്തിരിക്കുന്നത്. വീടെന്നത് സ്വപ്നമായി അവശേഷിക്കാതിരിക്കാൻ സർക്കാരിൻ്റെ കരുതലുണ്ടാവണം. ഒരു വീട് സ്വപ്നം കണ്ടു കഴിയുന്ന സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരോട് എത്ര കാലം കാത്തിരിക്കണമെന്ന് ചോദിച്ചാൽ ഈ തുരുമ്പെടുത്ത കമ്പികളെ നോക്കി നമുക്കൊരു ഉത്തരം പറയാൻ കഴിയില്ല. ലൈഫ് അഭിമാന പദ്ധതി ആകണമെങ്കിൽ കോറോത്തെ ഫ്ളാറ്റിൻ്റെ നിർമ്മാണവും ഉടൻ പുനരാരംഭിക്കണം. കണ്ണൂരിൽ നിന്നും വിനോദ് മൊറാരിക്കൊപ്പം ഫെലിക്സ്, മാതൃ.